ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇതൊരു വീക്കെൻഡ് വ്ളോഗാണ്. ഞങ്ങൾ സൺഡേ ഒന്ന് അമ്പലത്തിൽ പോയി. ഞങ്ങളൊന്ന് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ലക്ഷ്മിയുടെയും വിവേകിൻ്റെയും. ഞങ്ങളുടെ കാറിൽ DJ ആണ് കുക്കുമ സെലക്ട് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് സോങ്സ് ഉണ്ട്. അത് കേട്ടുകൊണ്ടാണ് ഞങ്ങളുടെ സ്റ്റാർട്ടിങ് തന്നെ. അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിലേക്കാണ് രാവിലെ പോയത്. അപ്പോൾ ഒരു സ്നോ വാർണിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ രാവിലെ ഒന്നും നമ്മുടെ ഇവിടെ സ്നോ പെയ്തില്ല. നമ്മൾ സൗത്ത് ഈസ്റ്റിലാണ്, അമ്പലം നോർത്ത് ഈസ്റ്റിലാണ്, ലക്ഷ്മിയൊക്കെ നിൽക്കുന്നത് നോർത്ത് വെസ്റ്റിലാണ്. അപ്പോൾ പക്ഷേ നമ്മുടെ ഇവിടെ കണ്ടോ ഭയങ്കര ഡ്രൈ ആയിട്ടൊക്കെ എടുക്കുന്നുണ്ടായിരുന്നേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ½ ദൂരമുള്ളൂ കേട്ടോ അമ്പലത്തിലോട്ട്. പക്ഷേ ഇവിടെയൊക്കെ മഞ്ഞ് പെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ ലച്ചുവിൻ്റെ അവിടെയും മഞ്ഞ് പെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിൽ നിന്ന് നേരെ ഞങ്ങൾ ലക്ഷ്മിയുടെ വീട്ടിലോട്ട് പോയി. അമ്പലത്തിലെ വീഡിയോസൊന്നും ഞാൻ അങ്ങനെ എടുക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് ലക്ഷ്മിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. പക്ഷേ ഫുൾ സ്നോ ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് കാൽഗരി വന്നിട്ട് മനസ്സിലാവാത്തൊരു കാര്യം ഇതാണ്, ½ ഡിഫറൻസിൽ ഇത്രയും വ്യത്യാസം ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ. എന്നുവെച്ചാൽ സൗത്ത് ഈസ്റ്റിൽ അത്ര മഞ്ഞ് പെയ്യുന്നില്ല, പക്ഷേ നോർത്ത് സൈഡ് വരുമ്പോൾ അവിടെ മഞ്ഞ് കൂടുതലാണ്. പക്ഷേ ½ ഒരു ദൂരമേ ഉള്ളൂ, അത് വേറൊരു വശം. അങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യുമല്ലോ. പക്ഷേ ക്ലൗഡിയും അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു നമ്മുടെ അവിടെയും. പക്ഷെ മഞ്ഞ് പെയ്തില്ല. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സംസാരത്തിൻ്റെ കെട്ടഴിച്ച പോലെയാണ്. ഞങ്ങളിരുന്നിങ്ങനെ കുറേ സംസാരിക്കും. എനിക്ക് കാണുമ്പോൾ തന്നെ ചിരി വരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മി ഇങ്ങനെ പൊട്ടി ചിരിക്കാനായിട്ട് എന്തെങ്കിലും പറയും. ഞാൻ അവിടെ പോയാലാണ് എനിക്ക് തോന്നും പൊട്ടി ചിരിക്കണേന്ന്. നമ്മൾ ഉള്ളു തുറന്ന് ഇങ്ങനെ ബഹളം വെച്ച് ചിരിക്കില്ലേ, അങ്ങനെ ചിരിക്കുന്നത് ശരിക്കൊരു എന്താ പറയുക, നമ്മളെ മനസ്സ് ഭയങ്കര ശാന്തമാക്കുന്നൊരു സംഭവം കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുക്കുവിനൊരു ഫ്രണ്ട് ഉണ്ട്, കുഞ്ഞിയുണ്ട് ഇവിടെ. അപ്പോൾ കുഞ്ഞിയുടെ കൂടെ കുക്കു ബിസി ആയിരിക്കും. അപ്പോൾ അവർ കളിക്കുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കളിക്കാൻ നമ്മുടെ കൂടെ വരും, അല്ലെങ്കിൽ അവർ അവരുടേതായ ലോകത്തായിരിക്കും. പിന്നെ ഞങ്ങൾ ക്യാരംസൊക്കെ കളിച്ചു. ഞാൻ കളിച്ചില്ല, അവർ കളിച്ചു. ഞാൻ നോക്കിയിരുന്നു. അവരെല്ലാവരും 2-3 സെറ്റ് ക്യാരംസ് കളിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെയും കത്തി വെച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷേ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. അറ്റ്ലീസ്റ്റ് ഫാമിലി പോലെ ആരെങ്കിലും നമുക്ക് കൂടെ ഇല്ലെങ്കിൽ നമ്മുടെ ഈ പ്രവാസ ജീവിതം നമ്മൾക്ക് ആകെ മടുത്തു. നമ്മുടെ ഫാമിലിയിൽ ആരും കാണുന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫ്രണ്ട്സും ഫാമിലി പോലെയുള്ള ഫ്രണ്ട്സ് ഉള്ളത് വലിയൊരു ആശ്വാസമാണ്. പിന്നെ ലച്ചു ഈ ഓർണമെൻറ്റ്സിൻ്റെ സെയിലൊക്കെ ചെയ്യുന്നതാണ്, വീട്ടിൽ തന്നെ ചെയ്യുന്നത്. ലക്ഷ്മി എക്സിബിഷനൊക്കെ പോവാറുണ്ട്. എക്സിബിഷൻസൊക്കെ കാൽഗരിയിൽ ഉണ്ടാവും, ഒരുപാട് അസോസിയേഷൻസിൻ്റെ ഒക്കെ. അപ്പോൾ അതിനൊക്കെ ചെയ്യാറുണ്ട്. എല്ലാം $25 താഴെ വരുന്നുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും അത് ജ്വല്ലറി വാങ്ങിക്കണം നോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ലച്ചുവിൻ്റെ പേജിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ. അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് മെസ്സേജ് DM ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളത് കൊറിയർ അയച്ചു കൊടുക്കും. ഇനിയിപ്പോൾ വിഷുമൊക്കെ വരുമല്ലേ, അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോസും കാര്യങ്ങളും ഇൻസ്റ്റാ പേജിലുണ്ട്. പിന്നെ ഈ ഗോൾഡൻ കളർ ഓർണമെൻറ്റ്സ് പോലെ തന്നെ ബ്ലാക്ക് മെറ്റൽ ഐറ്റംസും ഉണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്നൊരു മാല ബ്ലാക്ക് മെറ്റൽ മാലകളുടെ ടൈപ്പിൽ നിന്ന് ഒരെണ്ണം അമ്മു എടുത്തായിരുന്നു. അപ്പോൾ അമ്മുവിന് ഇഷ്ടമായിട്ട്, അമ്മു ബ്ലൂ കളറിൻ്റെ ഫേവറേറ്റ് ആളാണ്. പക്ഷേ എല്ലാ മാലകളും നല്ല ഭംഗിയായിരുന്നു കേട്ടോ, മാലയും കമ്മലും. പിന്നെ ഞാനിങ്ങനെ ഒക്കേഷൻ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ചു. ഇതിന് മുമ്പും അവർ ലച്ചുവിൻ്റെ നിന്ന് വാങ്ങിച്ചിട്ടുള്ള മാല BCയിലുള്ളപ്പോൾ ഞാൻ വന്ന് വാങ്ങിച്ചിട്ട് മക്കൾ ഡാൻസിനൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ലച്ചു റെൻറ്റിനും ഓർണമെൻറ്റ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ, മാരേജ് സെറ്റ് അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം, ഞാൻ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം.
പിന്നെ ബ്ലാക്ക് മെറ്റൽ എനിക്ക് കൂടുതൽ ഗോൾഡനേക്കാളും ഞാൻ കൂടുതൽ പോകുന്നത് ബ്ലാക്ക് മെറ്റൽ സൈഡിലോട്ടാണ്. എനിക്ക് ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ജ്വല്ലറി കാണാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അത് വെയർ ചെയ്യാനാണ് കൂടുതൽ താല്പര്യം. എനിക്ക് ആ ഗോൾഡൻ കളർ അത്ര അങ്ങോട്ട് എനിക്ക് പേഴ്സണലി അത്ര ഫേവറബിൾ അല്ല. ഞാൻ എപ്പോഴും ഈ ബ്ലാക്ക് മെറ്റലാണ് കൂടുതൽ നോക്കുന്നത്. ഞാനൊന്നും എടുത്തില്ല, അമ്മു മാത്രം ഒരു മാല എടുത്തു. പിന്നെ വിവേക് ചേട്ടൻ പറഞ്ഞു ഈ ഒരു ബ്ലൂ മാലയും വേറൊരു ബ്ലൂ മാലയാണ് അമ്മു ഇട്ട് നോക്കുന്നുണ്ടായിരുന്നേ. എന്നിട്ട് ഒരെണ്ണത്തിൽ ഫിക്സ് ചെയ്തു. ഞാനത് കാണിക്കാം കേട്ടോ. പിന്നെ പോവാനായിട്ട് ജാക്കറ്റ് ഇട്ടിട്ട് പോലും ഞങ്ങളുടെ കളി തീർന്നില്ലായിരുന്നു. ഞങ്ങൾ ക്വിസ് കളിക്കാനായിട്ട് കുറച്ച് നേരം നിന്നു. അപ്പോൾ അങ്ങനെ അവിടെ കളിച്ചുകൊണ്ടിരുന്നു. ആ നേരത്ത് മഞ്ഞ് പുറത്ത് നന്നായി പെയ്തു തുടങ്ങിയായിരുന്നു. ഇറങ്ങുന്ന നേരമായപ്പോഴേക്കും കുറച്ച് ശമനമായിട്ടുണ്ടായിരുന്നു. പക്ഷേ തിരിച്ച് ഞങ്ങൾ വരുമ്പോൾ വിചാരിച്ചു നമ്മുടെ അവിടെ നല്ല മഞ്ഞായിരിക്കുന്നു. അപ്പോൾ വന്നപ്പം തിരിച്ചിവിടെ നമ്മുടെ ഇവിടെ മഞ്ഞില്ലായിരുന്നു, ഡ്രൈ ആയിട്ട് തന്നെ കിടക്കായിരുന്നു. എനിക്ക് ശരിക്കും കാൽഗരീനെ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പോൾ വിചാരിച്ചു ഓക്കെ കുഴപ്പമില്ല, മനസ്സിലാവാൻ ഇനിയും സമയമുണ്ട്. ഞങ്ങൾ ഒക്ടോബറിൽ വന്നിട്ട് ഇപ്പോൾ 6 മാസമായിട്ടുള്ളൂ. അങ്ങനെ നല്ലൊരു വീക്കെൻഡായിരുന്നു. ഇതിപ്പം സമയം രാത്രി 8 മണി കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഇവിടെ സ്പ്രിങ് ആയതുകൊണ്ട് 8:30 നൈറ്റായിട്ടാണ് ഇരുട്ടാവുന്നത്. ഇനി സമ്മർ ആവുമ്പോൾ അത് 10:30 11 ആവുമെന്നാണ് ലക്ഷ്മി വിവേകും പറഞ്ഞത്. ആ ഒരു ഇൻട്രസ്റ്റിലിരിക്കുകയാണ്, അത് കാണാമെന്ന് ആലോചിച്ച്. ഇതാട്ടോ അമ്മു എടുത്തത്, വിവേക് ചേട്ടൻ വാങ്ങിച്ചു കൊടുത്ത ബ്ലൂ മാല. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ലവ് യു ഓൾ, ബൈ.